പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫോറസ്റ്റ് ടോക്സിൽ ഞാൻ സിമി ബാബ്ജി. കുറച്ച് ദിവസമായി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് ഓണത്തിരക്കൊക്കെ ആയിരുന്നല്ലോ, അതിനാലാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് ആർട്ട് ഓഫ് ടീച്ചിങ് ആയിരുന്നു. എങ്ങനെ മികച്ച അധ്യാപകരാകാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അവരുടെ ഏറ്റവും ബെസ്റ്റ് രീതിയിലേക്ക് മാറ്റാം, അതിനായി ഒരു ടീച്ചർ എന്തൊക്കെ ചെയ്യണം എന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. തീർച്ചയായും നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അറിയാതെയെങ്കിലും നമ്മൾ ഉണ്ടാകും. അതിൻ്റെ തെളിവുകളാണ് വിദേശത്ത് നിന്നും പുറത്ത് നല്ല ജോലികളിലൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അധ്യാപക ദിനത്തിൽ അയക്കുന്ന സ്നേഹം നിറഞ്ഞ ആശംസകളുമൊക്കെ. ഇപ്പോൾ ഒരു അധ്യാപക ദിനം കൂടി കടന്നുപോയപ്പോൾ അത് ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കിയതാണ്. എപ്പോഴും ഒരു ടീച്ചർ മികച്ച അധ്യാപകരായി എങ്ങനെ മാറാൻ പറ്റും? അവരൊരു പെർഫെക്റ്റ് ടീച്ചർ ആകുന്നിടത്തല്ല അവരുടെ വിജയം. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അറിവ് അവരിലേക്ക് എത്തിക്കുമ്പോഴല്ല, മറിച്ച് നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ, ആ കുഞ്ഞുങ്ങളെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്നിടത്താണ് മികച്ച അധ്യാപകർ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് അധ്യാപനം എന്ന ജോലിയുടെ ഗുണം, അല്ലെങ്കിൽ അതിൻ്റെ കഴിവ്, തെളിവ് ഒക്കെ ഉണ്ടാകുന്നത്. ഒരു ടീച്ചർ എപ്പോഴും ഇൻസ്പയറിംഗ് ആയിരിക്കണം. തൻ്റെ മുന്നിലുള്ള എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ടാകുന്ന കഴിവുകൾ അത് കണ്ടെത്താനും അവരെ ആ രീതിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാനും കഴിയുന്നവരായിരിക്കും തീർച്ചയായും മികച്ച അധ്യാപകർ. മറിച്ച് തൻ്റെ അറിവ് മാത്രം വെച്ച് അവരെ നമ്മുടെ രീതിയിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോഴല്ല മികച്ച അധ്യാപകർ ഉണ്ടാകുന്നത്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൻ എൻ്റെ കയ്യിൽ ഒരു കാർഡ് കൊണ്ടു തന്നു, ആശംസാ കാർഡ്. അതിനകത്ത് ആ മോൻ എഴുതിയിരുന്ന കോട്ട് എന്ന് പറയുന്നത്, ദ ഗുഡ് ടീച്ചർ ഈസ് ഓൾവേസ് മേക്സ് ദ സ്റ്റുഡൻസ് ടു ഹാപ്പി ടു കം ടു സ്കൂൾ എന്നാണ്. തീർച്ചയായും ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അന്ന് ആ കാർഡ് വാങ്ങിച്ചതും. ഞാൻ അന്നത്തെ മീറ്റിങ്ങിൽ പറയുകയും ചെയ്തു, ഏറ്റവും വലിയൊരു അവാർഡാണ് ആ മോനെ എനിക്ക് നൽകിയതെന്ന്. തീർച്ചയായും പ്രിൻസിപ്പലായിരിക്കുന്ന ഒരു വ്യക്തി ആ കുഞ്ഞിനെ ആ സ്കൂളിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു എന്നത് എൻ്റെ വിജയമായി തന്നെയാണ് ഞാൻ തീർച്ചയായും അത് വിശ്വസിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും അധ്യാപനം എന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാവർക്കും മികച്ച അധ്യാപകരാകാൻ കഴിയണം. അങ്ങനെ ആകാൻ കഴിയണമെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിയണം. അവരെ അവരുടെ ക്വാളിറ്റീസിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അവരെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ അധ്യാപന ജോലി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മികച്ച അധ്യാപകരായി തീരാൻ അവസരങ്ങളുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു ടീച്ചർ എന്ന നിലയിലും, പേരൻസ് ടീച്ചറായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ആ പ്രൊഫഷൻ്റെ പവിത്രത എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയും ആണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്തത്. തീർച്ചയായും എല്ലാവർക്കും നല്ല അധ്യാപകരാകാൻ കഴിഞ്ഞാൽ വരും തലമുറയെ നമുക്ക് നല്ല രീതിയിലേക്ക് വാർത്തെടുക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസവും എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായും എല്ലാവർക്കും നല്ല അധ്യാപകരാകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരും വരെ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടും നന്ദി, നമസ്കാരം.